അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നവർ, നിസ്കാരം, ഖുർആൻ, ദുആ, ഹലാൽ ഹറാം തുടങ്ങിയവ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 7 വയസ്സാകുമ്പോൾ നിസ്കാരത്തിനായി കൽപ്പിക്കൂ, 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാതെ ഇരുന്നാൽ ശിക്ഷിക്കൂ. അബൂദാവൂദ്. ഹലാൽ ഭക്ഷിപ്പിക്കുന്നവർ, ഹലാൽ വരുമാനത്തിൽ നിന്ന് മാത്രം ഭക്ഷണം നൽകുക. ഹറാം വഴി കിട്ടുന്ന ഒരു കഷണം പോലും കുട്ടികളുടെ ശരീരത്തിൽ പോകരുത്. കുട്ടികളെ നല്ല കൂട്ടായ്മയിൽ വളർത്തുന്നവർ, നല്ല സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. തെറ്റായ കൂട്ടുകാരിൽ നിന്ന് അകലെയാക്കുക. സ്വന്തം പ്രവൃത്തികളിലൂടെ മാതൃക കാണിക്കുന്നവർ. മാതാപിതാക്കൾ തന്നെ നിസ്കാരം, ദുആ, സത്യസന്ധത, സദാചാരം പാലിച്ചാൽ കുട്ടികളും അതിൽ വളരും. മക്കൾക്കായി ദുആ ചെയ്യുന്നവർ. ഖുർആനിൽ ഇബ്രാഹിം നബിയും മറ്റും മക്കൾക്കായി തുടർച്ചയായി ദുആ ചെയ്തിരുന്നതായി കാണാം. നല്ല സന്താനത്തിനും അവരെ നേരായ വഴിയിൽ നിലനിർത്തുന്നതിനും മാതാപിതാക്കളുടെ ദുആ വളരെ പ്രധാനമാണ്. സമമായ സ്നേഹവും നീതിയും പുലർത്തുന്നവർ. മക്കളെല്ലാവർക്കും ഒരുപോലെ സ്നേഹം, നീതി, അവകാശങ്ങൾ നൽകുക. ഒരാൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് മറ്റുള്ളവരെ നിരാശപ്പെടുത്തരുത്. മക്കൾക്ക് ദീൻ പഠിപ്പിക്കുകയും നല്ല വഴിയിലേക്ക് വളർത്തുകയും ഹലാൽ ജീവിതം നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കൾ മരിച്ച ശേഷവും മക്കളുടെ നല്ല പ്രവൃത്തികളിൽ നിന്ന് പ്രതിഫലം നേടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.